ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് നല്ല കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത്. നൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ളൊരു ശ്രമമായിരിക്കും. അപ്പോൾ വിനീത് വന്ന വഴിക്ക് നമ്മൾ നമ്മുടെ നെയ്ബറിൻ്റെ വീട് വരെ ഒന്ന് പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പോസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ പഴയ കമ്മ്യൂണിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഓരോ വീട്ടിൽ തന്നെ അവർക്ക് പോസ്റ്റ് കൊണ്ടിടാനുള്ള ബോക്സ് ഉണ്ടാവും. ഇപ്പോൾ പുതിയ കമ്മ്യൂണിറ്റീസിനൊക്കെ ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിലെ കുറേ വീടുകൾക്ക് ചേർത്ത് ഇതുപോലെ പോസ്റ്റ് ബോക്സ് ആയിരിക്കും. നമുക്ക് കീ ഉണ്ടാവും. നമുക്ക് പോയി നമ്മുടെ കീ തുറന്ന് നമ്മുടെ ആ ഒരു സ്ലോട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള മെയിലും കാര്യങ്ങളും ഒക്കെ അതിനകത്തായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും പാഴ്സലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ താഴെ AB എന്നെഴുതി കുറച്ച് വലിയ ബോക്സസ് ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ള കീ നമ്മുടെ സ്ലോട്ടിൽ ഇട്ടിട്ടുണ്ടാവും. അതെടുത്ത് നമ്മളിത് തുറന്ന് സാധനം എടുത്ത് തിരിച്ച് നമ്മുടെ സ്ലോട്ടിലോട്ട് നമ്മുടെ അവരുടെ കീ വെച്ചാൽ മതി. ഇനി നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു നമ്മുടെ പോസ്റ്റ് ബോക്സ് പോലെയുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. അപ്പം നമ്മളിതാ പോസ്റ്റൊക്കെ എടുത്തു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ വെതറൊക്കെ ഇത്തിരി ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഐസൊക്കെ പകൽ ഉരുകിയത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ വീണ്ടും ഡൗൺ ആകുമ്പോൾ ഇതുപോലെ ഫ്രീസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ തിളങ്ങി കിടക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും വെള്ളമാണെന്ന്. പക്ഷേ ഇതൊക്കെ ഐസായിട്ട് കിടക്കുന്നതാണ്. നമ്മൾ അതിലൊക്കെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നടുവടിച്ച് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി സ്നോ വീഴുന്ന സമയത്ത് ചെറിയൊരു ലെയർ ഓഫ് സ്നോ വന്ന് ഈ ഐസിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്യും. അപ്പം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഐസ് ആണെന്നറിയാതെ നമ്മൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പായി വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചെറിയൊരു ലെയർ ഓഫ് സ്നോ മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. അപ്പോൾ സ്നോ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചവിട്ടുക. പക്ഷെ താഴെ ഐസ് ആയതുകൊണ്ട് നമ്മൾ തെന്നി വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഐസിൻ്റെ പുറത്ത് വീഴുന്നത് ശരിക്കും നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എന്തായാലും എൻ്റെ സ്പൈക്കി ബൂട്ട്സൊക്കെ ഇട്ടിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോസ്റ്റൊക്കെ എടുത്ത് വീട്ടിലെത്തി. നമുക്കിവിടെ പോസ്റ്റ് വരുന്ന കൂട്ടത്തിൽ ആ ഒരു മെയിൽ ബോക്സിനകത്ത് നമ്മുടെ അടുത്തുള്ള കടകളിലെ അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ ഡിസ്കൗണ്ട് കൂപ്പോൺസ് ഒക്കെ കാണും. നമുക്ക് ഫ്ലയേഴ്സ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടിടുന്നതും ഉണ്ട്. അതല്ലാണ്ട് ചെറിയ ചെറിയ കൂപ്പോൺസും കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെയിൽസ് വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു മെയിൽ ബോക്സിനകത്ത് ഉണ്ടാവും. അപ്പം നമ്മൾ അത് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സോർട്ട് ചെയ്ത് വേണ്ടാത്ത ജങ്ക് മെയിൽസ് ഉള്ളത് കളയുക എന്നുള്ളതാണ്. ഡിസ്കൗണ്ട് കൂപ്പോൺസ് ഒക്കെ വരുന്നത് ചിലതൊക്കെ നമുക്ക് വേണ്ടതായിരിക്കും. ഇപ്പോൾ വണ്ടിയുടെ ഓയിൽ ചേഞ്ച്, ടയർ ചേഞ്ച്, അതിനുള്ള കൂപ്പോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണ്ട കൂപ്പോൺസ് എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി ഇനഫ് ഡേറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കുക. നമ്മൾ വേണ്ടാത്ത, നമ്മൾ ഒരിക്കലും പോവാത്ത കടകളിലെ ഡിസ്കൗണ്ട് കൂപ്പോൺസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് യൂസ് ഇല്ലാത്ത കാര്യങ്ങൾ അപ്പം തന്നെ സോർട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പുതിയ മാഗ്നറ്റ്, പുതിയ കലണ്ടറിൻ്റെ മാഗ്നറ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പഴയ മാഗ്നറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പുതിയ കലണ്ടർ കൊണ്ട് അതിൻ്റെ മാഗ്നറ്റ് കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചു. അതുപോലെ ചില സമയത്ത് നമുക്ക് ചെറിയ നോട്ട് പാഡും കാര്യങ്ങളും ഒക്കെ, ഈ അഡ്വർടൈസ്മെൻ്റ് ആണ് ബേസിക്കലി ഈ റിയൽറ്റേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ നോട്ട് പാഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് വേസ്റ്റിനകത്ത് കളയുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മെയിൽ വരുന്നതിൻ്റെ എൻവലപ്പ് ഉള്ളതൊക്കെ നമ്മുടെ അഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങ് കളയുക. അപ്പം നമുക്കിതുപോലെ ഈ ജങ്ക് ഇങ്ങനെ കൂടി എല്ലാ ആഴ്ചയിലും വരുന്ന സാധനമല്ല, ഇങ്ങനെ കൂടി കുറേ ആവുന്നതിന് പകരം കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ അതിനെ ഒന്ന് സോർട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ച് കുക്കിംഗ് പരിപാടികളാണ്. അപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ട് കൊഞ്ച് തീയൽ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം നേരവും കാലവും ഒന്നും നോക്കാതെ വൈകുന്നേരം ഒരു കൊഞ്ച് തീയലൊക്കെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് ഇന്ന് കൊഞ്ച് തീയലും ചോറും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു അത്യാവശ്യം വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കൊച്ചുള്ളി കിട്ടുകയാണെങ്കിൽ അതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും കൊച്ചുള്ളി ഉണ്ടായിരുന്നില്ല. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു സവാളയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് അതിനുള്ള ഒരു അരപ്പ് വേണം. അപ്പം ഞാൻ ആദ്യം നമ്മുടെ തേങ്ങ വറക്കാൻ വേണ്ടി ഒരു കൊച്ചു പാത്രത്തിൽ ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ പാത്രം പോരാന്ന്. അപ്പോൾ ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രൈ കോക്കനട്ട് പീരയാണ്. ഡ്രൈ കോക്കനട്ട് ഷ്രെഡ്സ് ആണ്. ഒരു 2 kg പാക്കായിട്ട് കിട്ടുന്നതാണ്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു വലിയ പാത്രം എടുത്തു. അതിലോട്ട് നമ്മുടെ തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുത്തു. ഡ്രൈ തേങ്ങാപ്പീര ആയതുകൊണ്ട് തന്നെ നമുക്ക്
പെട്ടെന്ന് അത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ അതുകൊണ്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് ഈവനായിട്ട് വറുത്ത് കിട്ടും. അപ്പോൾ കരിഞ്ഞു പോകരുത്, എന്നാൽ നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെ നമുക്കിതിനെ വറുത്ത് കിട്ടണം. ഗോൾഡൻ ഷെയ്ഡല്ല, നല്ല ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കാസ്റ്റ് അയൺ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി കാസ്റ്റ് അയൺ പാൻ അല്ലെങ്കിലും തീ ഓഫ് ചെയ്തിട്ട് തന്നെ നമ്മുടെ മല്ലിപ്പൊടി ഒരു 2.25 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പീരയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കപ്പ് നമ്മുടെ മെഷറിംഗ് കപ്പിന് നല്ല ഹീപ്പായിട്ട് നല്ല നിറഞ്ഞ് ഒരു കപ്പ് തേങ്ങാപ്പീര. എന്നിട്ട് അത് ഓഫ് ചെയ്ത്, അത് വറുത്ത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചൂടിൽ കിടന്ന് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായി ആവശ്യത്തിനൊന്ന് വറുത്ത് കിട്ടും. പിന്നെ ആ ഒരു ചൂടിൽ തേങ്ങാപ്പീരയും ഒന്നുകൂടെ ഒന്ന് വറുത്ത് കിട്ടിക്കോളും. ഇനി അതൊന്ന് ആറി വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇവിടെ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു 1.25 ടീസ്പൂണോളം നമ്മുടെ കശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എരിയൊക്കെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പ് ഇട്ടിട്ടായിരുന്നില്ല ഉള്ളി വഴറ്റിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ കൊഞ്ചൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത് ഈ ഒരു വൈൽഡ് അർജൻറ്റൈൻ ഷ്രിമ്പ് എന്ന് പറഞ്ഞിട്ട് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നല്ല വലിയ കൊഞ്ചാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചാണ്. ഞാൻ എപ്പോഴും ഒരു ബ്ലൂ പാക്കിലെ കിർക്ക്ലാൻഡിൻ്റെ ക്ലീൻ ആക്കിയുള്ള ഒരു കൊഞ്ചായിരുന്നു വാങ്ങിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇതൊരു ചേഞ്ചിന് വാങ്ങിച്ചതാണ്. ഇച്ചിരി കൂടി വില കൂടുതലാണ്, ക്വാണ്ടിറ്റി മറ്റേ ബ്ലൂ പാക്കിൻ്റെ അത്ര ഇല്ലതാനും. പക്ഷേ എന്നാലും ടേസ്റ്റ് വൈസ് സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കൊഞ്ചാണ്. അപ്പോൾ നമ്മുടെ കുടംപുളിയും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 പീസ് ചെറിയ കുടംപുളിയുടെ പീസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ പുളി അനുസരിച്ചിട്ടാണല്ലോ. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പൊക്കെ നോക്കി പരുവത്തിനാക്കിയതിന് ശേഷം തിളച്ചു തുടങ്ങുമ്പം നമുക്ക് ഈ കൊഞ്ച് വൃത്തിയാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൊഞ്ച് ഓവർ കുക്കായി പോകരുത്. നമുക്ക് കറക്റ്റ് പരുവത്തിൽ ഇടയ്ക്കൊന്ന് നോക്കി കറക്റ്റ് വേവിൽ നമുക്കിതിനെ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു വറുത്ത തേങ്ങയും ഒക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. മല്ലിപ്പൊടിയൊക്കെ ഇട്ട ആ ഒരു തേങ്ങ നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കാമെന്നോ പൊടിച്ചെടുക്കാമെന്നോ ഒക്കെ പറയാം. നന്നായിട്ട് മുരിഞ്ഞു വന്ന തേങ്ങയാണല്ലോ, അപ്പം വെള്ളം ചേർക്കാതെ നമ്മളതിനെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഒരുമാതിരി പൊടിഞ്ഞ് കിട്ടുന്ന പോലെയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് ഡ്രൈ തേങ്ങാപ്പീരയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് എണ്ണ ഇറങ്ങി വരും അതിനകത്തുനിന്ന്. അപ്പം നമ്മൾ അതിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ല സൂപ്പറായിട്ട് അരഞ്ഞു വരും. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. അപ്പോൾ അരഞ്ഞു വന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നല്ല തിളങ്ങി അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഫ്രഷ് തേങ്ങ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൊച്ചിലെ ഇനിയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ആരോ പറഞ്ഞു തന്നാണ് തീയലും നമ്മുടെ മോര് കറിയും കൂടെ നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഇപ്പം മോര് കറിയാക്കി തേങ്ങ അരച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, പെട്ടെന്നൊരു മോര് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീയലിൻ്റെ കൂടെ നമുക്ക് മോര് കറിയും കൂടെ കഴിക്കാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ ഒന്ന് മോര് കാച്ചി എടുക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ തൈരായിരുന്നു. അത് നമ്മുടെ വോൾമാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് നമ്മുടെ സൂരജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തൈരാണ്. അപ്പോൾ ഏത് കടയിലാണോ പോകുന്നത് അവിടെ ഏത് തൈരാണോ അവൈലബിൾ അതങ്ങോട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് ഞാൻ തന്നെ നമ്മുടെ തൈര് വീട്ടിലാക്കി എടുക്കാറുമുണ്ട്. അപ്പോൾ ഇനിയും തൈരൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കൊഞ്ചൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയുടെ അരപ്പുണ്ടല്ലോ, അത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടി പോലെയല്ലേ, അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. എന്നിട്ട് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മുടെ കൊഞ്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കൊഞ്ചാണെന്നുണ്ടെങ്കിലും അത് കുക്കായി വരുമ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ സൈസ് ഒന്ന് ചുരുങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് നമ്മുടെ ടേസ്റ്റിംഗ് ടീം എത്തിയിട്ടുണ്ട്.
നമ്മൾ കുറച്ച് നാളിന് ശേഷമാണ് കൊഞ്ച് തീയൽ വെക്കുന്നത്. ഈ ഒരു കൊഞ്ചിൻ്റെ പാക്കറ്റ് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കോസ്കോക്കാരിപ്പോൾ ട്യൂണ ഫിഷ്, മോദ ഫിഷിലെ മാഹി അതൊക്കെ കൊണ്ടുവരുന്നില്ല, വാങ്ങിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അതൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തെന്നാണ് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുപോട്ടെ, നമ്മുടെ കൊഞ്ച് തീയലിന് നമുക്ക് വറുത്ത് ചേർക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടയ്ക്കാൻ പറ്റുന്ന പാത്രങ്ങളാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കണം. കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കരുത്. നമ്മൾ കടുകിൻ്റെ വിസ്ഫോടനം മാറ്റാൻ അടച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് ഈർപ്പം വീണിട്ടുള്ള വിസ്ഫോടനമാകും. അതുകൊണ്ട് ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് നമ്മുടെ കൊഞ്ച് തീയലിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ നമുക്ക് സെർവ് ചെയ്യേണ്ട സമയത്ത് എടുത്ത് ഇളക്കി അങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ തീയലിനും പിന്നെ ഇനിയും നമ്മുടെ മോരുകറിക്കും ഒക്കെ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വറ്റൽമുളക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഈ വറ്റൽമുളകിൻ്റെ പാക്കറ്റ് വലിയൊരു പാക്കറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പും ഒന്ന് പൊട്ടിച്ച് യൂസ് ചെയ്തതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടും എയർ കയറാതെ ആക്കിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു വറ്റൽമുളക് തീരുമ്പോഴല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് എയർ കയറാതെ അത് നല്ല എന്താ പറയണ്ടേ തണുത്ത് പോവാണ്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇച്ചിരി തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്ഥിരം എളുപ്പപ്പണി തോരനാണ് നമ്മുടെ ബീൻസ് ക്യാരറ്റ് തോരൻ. അപ്പം ഞാൻ കട്ട് ചെയ്ത ബീൻസ് മിക്കവാറും എപ്പോഴും നമ്മുടെ ഫ്രീസറിലുണ്ടാകും. അപ്പോൾ എനിക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇനിയിപ്പോൾ ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തില്ലെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ബീൻസും ഇച്ചിരി ഉള്ളിയും കൂടെ എടുത്തിട്ടാണെങ്കിലും തോരൻ വെക്കാമല്ലോ. പക്ഷേ ഞാൻ യൂഷ്വലി എപ്പോഴും ഇച്ചിരി ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാറുണ്ട്. ഞാനാണെങ്കിൽ അതിനെ നമ്മുടെ ചോപ്പറിനകത്തോട്ടിട്ട് ചോപ്പ് ചെയ്യും. വിനീത് അതിനെ നന്നായിട്ട് ഗ്രേറ്റ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരൻ വേവാൻ വേണ്ടിയിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മോരുകറിയുടെ ബാക്കി പരിപാടി നോക്കാം. അപ്പം തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എളുപ്പപ്പണിക്കാണ് ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ച് ഉടച്ചത്. മിക്സിയിലൊക്കെ വേണമെങ്കിൽ ഉടച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. ഇനി അതിനകത്തോട്ട് പൊടികളായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മോര് കാച്ചി എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമല്ലോ. പക്ഷെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട കെട്ടി ഉണ്ടയായിട്ട് കിടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്കിനി അതിനകത്തോട്ട് കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടി എൻ്റെ കൂടെ വർഷങ്ങളായിട്ട്, ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ വന്നപ്പം കൊണ്ടുവന്ന ചീനച്ചട്ടിയാണ്. ഇതുപോലെ മോര് കാച്ചാനും അതുപോലെ നമ്മുടെ പപ്പടം കാച്ചാനും ഒക്കെ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടി വന്നപ്പം കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു, കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പം നമ്മുടെ ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മുരിഞ്ഞു വന്നപ്പം നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് ചൂടായി വന്നപ്പം നമ്മുടെ മോര് കലക്കി വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് തിളച്ച് വന്നാൽ അത് പിരിഞ്ഞു പോവും. അപ്പം നന്നായിട്ട് എല്ലായിടവും ഒന്ന് ഈവനായിട്ട് ചൂടായി വന്നാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു എളുപ്പ പണിയിലുള്ള ഒരു മോര് കാച്ചലാണ്. അപ്പം നമ്മൾ തേങ്ങ അരച്ച് ഉള്ള മോര് കറിയൊന്നുമല്ല, ജസ്റ്റ് ഒരു എളുപ്പപ്പണി, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡൊക്കെ റെഡിയായി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളും ഒക്കെയാണ്. ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നമ്മുടെ അപ്പത്തിനുള്ള അരി അരയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനീതിന് അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊടുത്തപ്പോൾ വിനീത് അതൊന്ന് അരച്ചു തരാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കൂടി സൈഡിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കിച്ചൺ കൗണ്ടറും സിങ്കും ഗ്യാസ് സ്റ്റൗവും ഒക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി ഇടണം. കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ക്ലീൻ ആക്കി പോകുന്നതാണ് നല്ലത്. എസ്പെഷ്യലി നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക. എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് അതിൻ്റെ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. പലപ്പോഴും നമ്മൾ സിങ്കിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെയും ഒക്കെ ഈ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും കിടക്കുമ്പോഴാണ് പല്ലി, പാറ്റ, എലി അങ്ങനത്തെ ജീവികളൊക്കെ വരുന്നത്. നമ്മൾ തന്നെയാണ് ഇവരെയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് കയറ്റുന്നത്. അവർക്ക് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും സ്റ്റേ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലുള്ള ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡ്
കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും അവർ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നിടത്ത് അവരവരുടെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഒരു ഫാമിലി ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങോട്ട് ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിത് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോകാന്നുള്ളത്. നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ് അല്ലാതെ നമ്മുടെ ഗ്യാസ് സ്റ്റവും സിങ്കും ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ക്രബ് സെപ്പറേറ്റ് സ്ക്രബ് വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ് പഴയതാവുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാമല്ലോ. നമ്മുടെ ഈ ഒരു മിക്സി പ്രീതിയുടെ മിക്സിയാണ്. നമ്മൾ ആദ്യം കാനഡയിൽ വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12.5 ഇയേഴ്സ് കഴിഞ്ഞ ഒരു മിക്സിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അതിനെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായിട്ട് അത് ട്രിപ്പാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫാക്കി അതിൻ്റെ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ മാവ് പതുക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ കൂടെ നടക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ നമ്മുടെ തറയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇനി നമ്മുടെ വേസ്റ്റൊക്കെ ഒന്ന് പുറത്തു കൊണ്ട് കളയണം. അപ്പം നമുക്കിവിടെ ഫുഡ് വേസ്റ്റും ഗാർബേജും ഇടാനായിട്ട് സെപ്പറേറ്റ് വേസ്റ്റ് ബിൻസ് ഉണ്ട്. അത് നമ്മുടെ സിറ്റിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുന്നതും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാർബേജ് ബിന്നിനകത്ത് പുതിയ ബാഗ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കുക. അതിൻ്റെ ഓപ്പണിംഗ് ആദ്യം ബിന്നിൻ്റെ ഓപ്പണിങ്ങിലോട്ടൊന്ന് സ്റ്റക്ക് ആക്കിയിട്ട് ബാക്കി ഭാഗം അതിനകത്തോട്ട് പുഷ് ചെയ്ത് കയറ്റി വെച്ചാൽ മതി. അപ്പം നല്ല സ്റ്റക്കായിട്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് ഫിറ്റായിട്ടിരിക്കും കേട്ടോ, നമ്മൾ തിരിച്ച് ചെയ്യുന്നതിന് പകരം. അപ്പോൾ നമ്മുടെ ഗാർബേജും ഫുഡ് വേസ്റ്റും ഒക്കെ നമ്മുടെ ഡെക്കിലോട്ടൊന്ന് വെക്കുകയാണ്. രാത്രിയാണെങ്കിൽ നമ്മൾ ബാക്കാലിയിൽ പോയിട്ട് അങ്ങനെ കളയാറില്ല. ഗാർബേജ് നമ്മുടെ ഡെക്കിലോട്ട് വെക്കും. ഫുഡ് വേസ്റ്റ് ഇതുപോലെ സിറ്റിയുടെ ഒരു ബക്കറ്റിനകത്താണ് നമ്മൾ വീട്ടിലിട്ട് വെക്കുക. അത് പുറത്തിട്ട് വെക്കാൻ നമ്മുടെ ഡെക്കിലും ഒരു ലിഡുള്ള ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്നോ ഉള്ള ദിവസമോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആവുന്ന സമയത്ത് കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. ലിഡുള്ള ബക്കറ്റ് ആയതുകൊണ്ട് വേറെ ജീവികൾക്കൊന്നും അതിനകത്തോട്ട് ആക്സസ് വരത്തുമില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു വിൻ്റർ സമയത്ത് എല്ലാം ഫ്രീസ് ആയിരിക്കുന്നത് കൊണ്ട് ആ ഒരു ബക്കറ്റിനകത്തൊന്നും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പുറത്തോട്ടും വരില്ല. അപ്പം നമ്മുടെ ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ കാസ്റ്റ് അയൺ പാനൊക്കെ ഒന്ന് എണ്ണ പുരട്ടി ചൂടാക്കി വെച്ചതാണ്. ആ സമയം കൊണ്ട് നമ്മുടെ അരി അരയ്ക്കൽ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിൻ്റെ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ പാത്രം കഴുകൽ പരിപാടിയാണ് ഒരു നെവർ എൻഡിങ് ടാസ്ക്. അപ്പം അരി അരച്ച മിക്സിയുടെ ജാറും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചൺ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സിങ്ക് ക്ലീൻ ആക്കുന്ന സമയത്ത് നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് നമ്മൾ രാവിലെ വരുമ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാവും. ഈ പൈൻ സോൾ, നമ്മുടെ നോർമൽ പൈൻ സോളിന്റെ സൊല്യൂഷൻ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ലാണ്. നമ്മുടെ സിങ്ക് കഴുകാനും ഗാർബേജ് ക്യാൻ കഴുകാനും അതുപോലെ തറ തുടയ്ക്കാനും ഈവൻ നമ്മുടെ കൗണ്ടറൊക്കെ തുടയ്ക്കാനും കൗണ്ടർ തുടയ്ക്കുന്ന തുണി കഴുകാനും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നമ്മുടെ ഡിഷ് വാഷറും കൂടി ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈവനിങ് തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതാണ്. നമ്മുടെ കൊഞ്ച് തീയൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.